നമസ്കാരം. നമ്മളൊരു ലോൺ എടുക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുന്നെന്താ? ഉറപ്പായും പലിശ നിരക്ക്, അല്ലേ? ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏതാണെന്ന് നോക്കും. പക്ഷേ ഈ കാണുന്ന ചെറിയ ശതമാനക്കണക്കിന് പിന്നിൽ ചിലപ്പോൾ വലിയൊരു കെണി ഒളിഞ്ഞിരിപ്പുണ്ടാവും. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൃത്യമായി ആ ചതിക്കുഴികളെക്കുറിച്ചാണ്. അപ്പോ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. കുറഞ്ഞ പലിശ നിരക്ക് അത് കാണുമ്പോഴേക്കും നമ്മൾ ചാടിക്കേറി ആ ഡീൽ ഉറപ്പിക്കണോ? അതായത് കുറഞ്ഞ പലിശ എപ്പോഴും നമുക്ക് ലാഭമായിരിക്കുമോ? എന്താ തോന്നുന്നത്? ചിലപ്പോൾ ഇതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. ഇവിടെയാണ് പലർക്കും അബദ്ധം പറ്റുന്നത്. പലിശയുടെ ശതമാനം മാത്രം നോക്കും, പക്ഷേ അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഒറ്റനോട്ടത്തിൽ ഭയങ്കര ലാഭമെന്ന് തോന്നുന്നൊരു ലോൺ എങ്ങനെയാണ് നമുക്ക് വലിയൊരു നഷ്ടമായി മാറുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, സത്യമാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ കുറഞ്ഞ പലിശ നിരക്ക് ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് കൂടുതൽ പണം തിരിച്ചടപ്പിക്കും. ഇതിന്റെ പ്രധാന കാരണം പലിശ കണക്കാക്കുന്നതിലെ രണ്ട് രീതികളാണ്. ഒന്ന് ഡിമിനിഷിംഗ് റേറ്റ്, പിന്നെ മറ്റൊന്ന് ഫ്ലാറ്റ് റേറ്റ്. ശരി, അപ്പോൾ നമുക്ക് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ ഫ്ലാറ്റ് റേറ്റ്? എന്താണ് ഡിമിനിഷിംഗ് റേറ്റ്? ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനി വ്യത്യാസം ശരിക്കും ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലാറ്റ് റേറ്റിൽ നിങ്ങൾ ലോൺ എടുത്ത ആ മുഴുവൻ തുകയ്ക്കും, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ പലിശ കൊടുക്കണം. എന്നാൽ ഡിമിനിഷിംഗ് റേറ്റിലോ ഓരോ മാസവും അടച്ചു തീർക്കുന്നതിനനുസരിച്ച് ബാക്കി വരുന്ന തുകയ്ക്ക് മാത്രം പലിശ കൊടുത്താൽ മതി. ഇതുകൊണ്ടുണ്ടാവുന്ന വ്യത്യാസം അത് വളരെ വലുതാണ്. കാരണം ഫ്ലാറ്റ് റേറ്റിൽ നിങ്ങൾ അവസാനം അടച്ചു തീർക്കുന്ന തുക പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് കൂടുതലായിരിക്കും. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫ്ലാറ്റ് റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയാലും ആ അടച്ച പൈസയ്ക്ക് പോലും ലോൺ തീരുന്നതുവരെ പലിശ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതായത് നിങ്ങളെടുത്ത ആ മുഴുവൻ തുകയില്ലേ, അതിന്റെ മുകളിലാണ് എപ്പോഴും പലിശ. നിങ്ങൾ എത്ര തിരിച്ചടച്ചു എന്നുള്ളത് അവിടെ ഒരു വിഷയമേ അല്ല. എന്നാൽ ഡിമിനിഷിംഗ് റേറ്റ്, ഇതാണ് സത്യത്തിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരു ലോണെന്ന് കേൾക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മാസാമാസം EMI അടയ്ക്കുമ്പോൾ നമ്മുടെ മുതലിൽ നിന്ന് ആ തുക കുറയുമല്ലോ. അപ്പോൾ അടുത്ത മാസം പലിശ കണക്കാക്കുന്നത് ആ ബാക്കിയുള്ള കുറഞ്ഞ തുകയുടെ മുകളിലായിരിക്കും. ഇതല്ലേ ശരിക്കും ന്യായം? ശരി, ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഒരു കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ടോ? സാരമില്ല, നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. അപ്പോൾ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആകും. ഒരു ഫ്ലാറ്റ് റേറ്റ് ലോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, നമ്മൾ 1000 രൂപ ലോൺ എടുക്കുന്നു. 5 വർഷത്തേക്ക് 10% ഫ്ലാറ്റ് റേറ്റിൽ. അപ്പോൾ ഒരു വർഷത്തെ പലിശ എത്രയാ? 1000ന്റെ 10%, അതായത് 100 രൂപ. ഇനി 5 വർഷത്തേക്കോ? 100 രൂപയെ 5 കൊണ്ട് ഗുണിക്കുക, 500 രൂപ. ഇപ്പം നമ്മൾ തിരിച്ചടയ്ക്കേണ്ട മൊത്തം തുക 1000 രൂപ മുതലും 500 രൂപ പലിശയും, അതായത് 1500 രൂപ. ഇതിനെ 60 മാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മാസം 25 രൂപ EMI കിട്ടും. കണക്ക് വളരെ സിമ്പിളാണല്ലേ? പക്ഷേ ആ കെളി കൊളിഞ്ഞിരിക്കുന്നത് ഈ സിമ്പിൾ കണക്കിലാണ്. ഓക്കെ, ആ 1000 രൂപയുടെ ചെറിയ കണക്കൊക്കെ വിടാം. ഇനി നമുക്ക് ശരിക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാം. നമ്മളൊരു കാറ് വാങ്ങാൻ പോകുന്നു. 10 ലക്ഷം രൂപയുടെ ലോൺ 7 വർഷം കൊണ്ട് തിരിച്ചടക്കണം. ഇവിടെയാണ് ഈ കണക്കുകളിലെ കളി നമുക്ക് ശരിക്കും പിടികിട്ടാൻ പോകുന്നത്. ഈ ടേബിളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമുക്ക് 2 ഓഫറുണ്ട്. ഓഫർ എ 10% ഡിമിനിഷിംഗ് റേറ്റ്. ഓഫർ ബി ആണെങ്കിൽ അതിലും ആകർഷകമായ 9% ഫ്ലാറ്റ് റേറ്റ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഏതാ ലാഭമെന്ന് തോന്നും? ഉറപ്പായും ഓഫർ ബി അല്ലേ? 9% അല്ലേ? പക്ഷേ താഴെയായി EMIയും അവസാനം തിരിച്ചടയ്ക്കുന്ന ആകെ തുകയും ഒന്ന് നോക്കിക്കേ. കുറഞ്ഞ പലിശയുള്ള ആ ഓഫർ ബിയിൽ നമ്മൾ മാസം തോറും കൂടുതൽ പണം അടയ്ക്കണം. അവസാനം മൊത്തം അടയ്ക്കുന്നതും കൂടുതൽ. ഇതാണ് ആ ഞെട്ടിക്കുന്ന വ്യത്യാസം. 2,35,536 രൂപ. ആ കാണാൻ ഭംഗിയുള്ള 9% ഫ്ലാറ്റ് റേറ്റ് തെരഞ്ഞെടുത്തതുകൊണ്ട് മാത്രം നമ്മൾ അധികമായി അടച്ചു തീർക്കുന്നത് ഇത്രയും വലിയൊരു തുകയാണ്. ഇതൊരു ചെറിയ പൈസയല്ലല്ലോ, അല്ലേ? ഈ ചാർട്ട് നോക്കുമ്പോൾ ആ വ്യത്യാസം നല്ല ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ? ആദ്യത്തെ ബാറ് 10% ഡിമിനിഷിംഗ് ലോണിൻ്റേതാണ്. രണ്ടാമത്തേത് 9% ഫ്ലാറ്റ് ലോണിൻ്റേതും. ആ ശതമാനം കുറവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവസാനം നമ്മൾ തിരിച്ചടയ്ക്കുന്ന യഥാർത്ഥ തുകയുടെ ആ ഒരു ഉയരം നോക്കിക്കേ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? അടുത്ത തവണ ഒരു ലോണിന് പോകുമ്പോൾ ഈ കെണിയിൽ വീഴാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തുവെക്കണം? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ആ പലിശ നിരക്കിന്റെ ശതമാനം മാത്രം നോക്കി ഒരു തീരുമാനമെടുക്കരുത്. എപ്പോഴും ചോദിക്കണം, ഇത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഫ്ലാറ്റ് റേറ്റ് ആണോ അതോ ഡിമിനിഷിംഗ് റേറ്റ് ആണോ എന്ന്. കാരണം നമ്മൾ കണ്ടതുപോലെ കുറഞ്ഞ ഒരു ഫ്ലാറ്റ് റേറ്റ് ചിലപ്പോൾ കൂടിയ ഒരു ഡിമിനിഷിംഗ് റേറ്റിനേക്കാൾ വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് എപ്പോഴും പലിശ നിരക്ക് മാത്രം നോക്കാതെ ലോൺ തീരുന്ന സമയത്ത്
നമ്മൾ ആകെ എത്ര രൂപ തിരിച്ചടക്കേണ്ടി വരും എന്ന കണക്ക് ചോദിച്ച് മനസ്സിലാക്കി താരതമ്യം ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു വാചകം മനസ്സിൽ വെച്ചോളൂ. ആ ലോൺ സെയിൽസ് ഏജന്റിന്റെ മധുരം പുരട്ടിയ സർവിളിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടമായത് 2.35 ലക്ഷം രൂപയായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വാക്കുകളെയല്ല കണക്കുകളെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്.